നിങ്ങൾ വിശപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ദിവസങ്ങളോളം പട്ടിണിയോടെ കാട്ടിലകപ്പെട്ട കുടുംബത്തിൻ്റെ ഈ കുട്ടികളുടെ കണ്ണുകളിൽ കാണുന്ന ഭാവം ഏതൊരുവൻ്റെയും നെഞ്ച് തകർക്കാൻ പ്രാപ്തമായതാണ്. രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമോ വിശപ്പ് മാറുമെന്നറിഞ്ഞതിൻ്റെ ആഹ്ലാദമോ അല്ല, ഭയപ്പാടോ? ആ കണ്ണിൽ നാം കാണുന്ന ഭാവം എന്താണ്? തുടർച്ചയായ 8 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ 6 ജീവനുകളെ രക്ഷിച്ചെടുത്തത്. ആദ്യം ആ ഉദ്യോഗസ്ഥർക്കിരിക്കട്ടെ ബിഗ് സല്യൂട്ട്. ഭക്ഷണമില്ലാതെ കാട്ടിലകപ്പെട്ട സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടിവാരത്തുള്ള ഏറാക്കുണ്ട് സങ്കേതത്തിലെ കൃഷ്ണൻ, ഭാര്യ ശാന്ത, ഇവരുടെ 4 പിഞ്ചുമക്കളടങ്ങിയ കുടുംബത്തിന് മുന്നിലാണ് വനംവകുപ്പിലെ 4 ഉദ്യോഗസ്ഥർ രക്ഷകരായി അവതരിച്ചത്. കയറുകൾ കൂട്ടിക്കെട്ടിയതിൽ പിടിച്ചു കയറിയാണ് ഉദ്യോഗസ്ഥരായ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ്, മുണ്ടക്കയം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ, കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ, കൽപ്പറ്റ RRT അനൂപ് തോമസ് എന്നിവരടങ്ങിയ സംഘം കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. കാടിനുള്ളിലെ മൺതിട്ടയിൽ താമസിച്ചിരുന്ന ഈ കുടുംബം നാട്ടിലുണ്ടായ ഉരുളിൻ്റെ ഭീകരത ഇത്രമാണെന്ന് അറിഞ്ഞിരുന്നില്ല. മക്കൾക്ക് ഭക്ഷണമില്ലാതായതോടെയാണ് ഇവർ കാട്ടിലേക്ക് ഇറങ്ങിയത്. മക്കളുടെ വിശപ്പിനേക്കാൾ ഭയാനകമല്ലല്ലോ മരണം. ഭക്ഷണം തേടി അമ്മ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർ ഇവരെ കണ്ടു. ശാന്തയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഇവർ താമസിക്കുന്ന മൺതിട്ടയിലെത്തി. അടുപ്പുകൂട്ടി ചൂട് കായുകയായിരുന്ന കുടുംബാംഗങ്ങളെയും കൂട്ടി ഉടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടിന് വെളിയിലേക്ക് പുറപ്പെട്ടു. സങ്കേതത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ഇവർ മടി കാണിച്ചിരുന്നുവെങ്കിലും ദുരന്തത്തിന്റെ ഭീകരത ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയതോടെ കുടുംബം നാട്ടിലേക്ക് വരാൻ തയ്യാറാകുകയായിരുന്നുവെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ് പറഞ്ഞു. അത് വയറ്റിൽ അടുപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, സാധനം കിട്ടാതെ. അപ്പോൾ അടുപ്പ് ബിസ്ക്കറ്റ് കൊടുത്ത് റേഞ്ച് ഇല്ല, പറ്റത്തില്ല. അപ്പോൾ 3 ദിവസം വരാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ഹട്ടമല്ലേ ചെങ്കുത്തായ മലഞ്ചെരുവുകൾ താണ്ടി ഈ ആദിവാസി കുടുംബത്തെ ഉദ്യോഗസ്ഥർ അട്ടമല APCയിലെത്തിച്ച് ആവശ്യമായ വിറകും മറ്റാഹാര സാധനങ്ങളും എത്തിച്ചു നൽകി. പ്രതികൂല കാലാവസ്ഥയിലും ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വന്നെങ്കിലും 6 ജീവനുകളെ രക്ഷപ്പെടുത്തിയ സംതൃപ്തിയിലാണ് ഉദ്യോഗസ്ഥർ. എൻലൈറ്റ് ന്യൂസ്, വയനാട്.